ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു വാഴപ്പഴമാണ് പാളാങ്കോടൻ. ഈ പാളാങ്കോടൻ പഴം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകത്തക്ക രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി കാണാം. ആദ്യമായിട്ട് നമുക്ക് ഈ വാഴപ്പഴത്തെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ സമയം നമുക്കൊരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും, നമ്മുടെ അരിപ്പൊടി അത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വറുത്തെടുത്ത അരിപ്പൊടി. പച്ച അരിപ്പൊടി ഒരിക്കലും ചേർക്കരുത്. നന്നായിട്ട് വറുത്ത അരിപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് രണ്ടും എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് വെച്ച് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. ആദ്യം നമുക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. 3 കിലോയ്ക്ക് ഒരു 3/4 കിലോ ശർക്കരയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് മധുരം അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തെ ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര പാനിയാണെങ്കിൽ അത് പാനിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരയുടെ ഉണ്ട ഇങ്ങനെ ചീകിയിട്ടിരിക്കുകയാണ്. അതിന് ഡയറക്റ്റ് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ റൈസ് ഫ്ലവറിൻ്റെ മിശ്രിതം നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈവിടാതെ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ റൈസിൻ്റെ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ഇത് കൈവിടാതെ കുറച്ച് നേരം ഇളക്കണമെന്നില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാം. കാരണം നമുക്ക് കുറച്ച് ഗീ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു പിഞ്ച് ഉപ്പും ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു മൂപ്പ് എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ പഴം കൊണ്ടുണ്ടാക്കുന്ന ഹൽവ ആയതുകൊണ്ടാണ് നമുക്ക് ആദ്യം കുറേ നേരത്തേക്ക് നമുക്ക് മാറി നമ്മുടെ പണികളൊക്കെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കളർ ചേഞ്ച് വന്ന് കഴിയുമ്പോൾ മുതൽ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. കാരണം പഴമായതുകൊണ്ട് കുറച്ച് വെള്ളം എന്തായാലും ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളവിടെ നിൽക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമ്മൾ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അഥവാ മധുരം നമ്മളിട്ടത് കുറവാണെങ്കിൽ നോക്കിയതിന് ശേഷം നമുക്ക് ശർക്കരയോ ശർക്കരപ്പാനിയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അധികം വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ കളർ ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗീ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഹൽവയിൽ നമ്മൾ എത്ര ഗീ ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റിയാണ് ഹൽവ. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഗീ ആണെങ്കിൽ അതിൻ്റെ മണവും ഒക്കെ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൽവ മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ പാൻ വെച്ച് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് നമുക്ക് വറുത്ത് വയ്ക്കാം, നമ്മുടെ ഹൽവയിൽ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി. നമ്മുടെ ഹൽവയുടെ ഗീ ഒക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗീ ഒക്കെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന ആ സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ കിസ്മിസ് ഒരിക്കലും ചേർക്കരുത്. പാളാങ്കോടൻ പഴം ആയതുകൊണ്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കണ്ട, കാഷ്യൂനട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ഗീ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഹൽവയുടെ കൂട്ട് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായി നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാഷ്നട്ട് വെച്ച് അലങ്കരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.